ഉത്തരാഖണ്ഡിലെത്തി മുക്തേശ്വറും നൈനിറ്റാലും ഒക്കെ കറങ്ങി കണ്ടതിന് ശേഷം ഋഷികേശ് ലക്ഷ്യം വെച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നൈനിറ്റാലിൽ നിന്നും ഹൽദ്വാണിക്ക് ബസ് എടുത്തു. ഹൽദ്വാണിയിൽ നിന്നും ഹരിദ്വാറിലേക്ക് ബസ്സിൽ വന്നു. എന്നിട്ട് ഹരിദ്വാറിൽ നിന്നും വീണ്ടും ഋഷികേശിലേക്ക് നെക്സ്റ്റ് ബസ് എടുത്ത് ഏകദേശം രാവിലെ സ്റ്റാർട്ട് ചെയ്ത ജേർണി നൈറ്റ് ആയപ്പോഴാണ് ഞാൻ ഋഷികേശിൽ എത്തിയത്. നൈനിറ്റാലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തണുത്ത ഒരു മഴയൊക്കെയുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഋഷികേശിലേക്കുള്ള ജേർണിയിൽ നല്ല ചൂടായിരുന്നു. അറൗണ്ട് 30-35 ഡിഗ്രീസിൽ കൂടെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബോഡിയൊക്കെ കുറച്ച് വീക്കായി. പെട്ടെന്നുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണല്ലോ. ഛത്തീസ്ഗഡിൽ നല്ല ചൂട്, അതിനുശേഷം നമ്മുടെ മുക്തേശ്വറിൽ പോയപ്പോൾ നല്ല ക്ലൈമറ്റ്, പിന്നെ നൈനിറ്റാലിൽ വന്നപ്പോഴും നല്ല ക്ലൈമറ്റ്, അതിനുശേഷം വീണ്ടും ഞാൻ 30-35 ഡിഗ്രീസിലേക്ക് വന്നേക്കുവാണ്. പക്ഷേ ഒരു നൈറ്റിലൊക്കെ ഇവിടെ നല്ലൊരു കാറ്റും തണുപ്പും ഒക്കെ കിട്ടാനുണ്ട്. ഡേ ടൈം ഫുള്ള് നല്ല ഹോട്ടായിരുന്നു. ലക്ഷ്മൺ ഝൂലയുടെ തൊട്ടടുത്തുള്ള മാഡ് പാക്കേഴ്സ് ഹോസ്റ്റൽ എന്നുള്ള ഈ ഒരു ഹോസ്റ്റലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഒരു 6 ബെഡ് മിക്സ് ഡോമിന് ഞാൻ അന്ന് സ്റ്റേ ചെയ്തപ്പോൾ അറൗണ്ട് 600 റുപ്പീസായിരുന്നു പെർ നൈറ്റ് വന്ന റേറ്റ്. ഫുള്ളി എയർ കണ്ടീഷനാണ്, നല്ല ഹൈജീനിക് ആയിട്ടുള്ള വാഷ്റൂമും റൂംസും ഒക്കെയാണ്, ഡെയിലി ക്ലീനൊക്കെ ചെയ്യും. ആൻഡ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ടെറസ് ഏരിയ ആയിരുന്നു. ആ ലക്ഷ്മൺ ഝൂലയും ആ ഒരു നിയർ ബൈ ഏരിയാസിൻ്റെ എല്ലാം നല്ല അടിപൊളി വ്യൂ കിട്ടുമായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്തു പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ആൻഡ് നിയർ ബൈ ഏരിയാസ് എല്ലാം കാണാൻ പറ്റും. നല്ലൊരു ഹൈറ്റിലായിരുന്നു ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് വോക്ക് ചെയ്യാനും ഈവൻ നൈറ്റൊക്കെ ആണെങ്കിലും നല്ല സുഖമായിരുന്നു ഇവിടെ ഇരിക്കാൻ. നല്ലൊരു തണുത്ത കാറ്റൊക്കെ കിട്ടി. ആ ലക്ഷ്മൺ ഝൂലയിൽ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ആൻഡ് ഇവിടെ വന്നപ്പോൾ മുതലേ ഞാൻ വോക്കിംഗ് ആയിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം വോക്ക് ചെയ്യും. ഇടയ്ക്ക് ഒന്ന് നടന്ന് ആ ഒരു റിവറിൻ്റെ അവിടെയൊക്കെ പോയിരിക്കും. പിന്നെ നൈറ്റ് ഫുള്ളി കറക്കം. ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു മെയിൻ റൂട്ടീൻ. ഈവനിങ് ആയപ്പോഴത്തേനും ഗംഗാരതി കാണാനായിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയേക്കുവാണ്. എൻ്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് ഗംഗാരതി ഞാൻ വിറ്റ്നസ് ചെയ്തത് ഋഷികേശിൽ വെച്ചിട്ടാണ്. 2023 ഋഷികേശിൽ ആദ്യമായിട്ട് വന്നിറങ്ങി ഞാൻ നേരെ പോയത് ത്രിവേണി ഘാട്ടി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിരുന്നു ആ ഗംഗാരതി. ആൻഡ് നെക്സ്റ്റ് ഡേ അതിനുവേണ്ടി ഞാൻ മുന്നേ പോയി അവിടെ ഇരുന്ന് അതെല്ലാം വിറ്റ്നസ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഫുൾഫിൽഡ് ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം അത്രയും നാളും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷവും പിന്നെ ആ ഒരു ഗംഗാരതി വിറ്റ്നസ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു പീസ്ഫുൾനെസ്സും എല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി അന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മൺ ഝൂലയുടെ തന്നെ തൊട്ടടുത്തുള്ള സായിഘാട്ടിലാണ്. ഇവിടെ നിന്ന് ഗംഗാരതി കാണാം. ആൻഡ് ഇഫ് പോസിബിൾ ആണെങ്കിൽ നാളെ ത്രിവേണി ഘാട്ടിൽ പോയി വീണ്ടും ഗംഗാരതി കാണണമെന്നൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ വന്നു വെയിറ്റ് ചെയ്യുവാണ് ആരതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानदम्
बहती रही हो तो आप हमें अपना नादान बालक एवं बालिका समझकर क्षमा करें। ओम जज्ञाय जन्तदेवास्तानि धर्माणि प्रथमान्य शन्नो देहनागं महिमानः। ഗംഗാരതി കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കയറിയത്. അപ്പോൾ ഈ ഒരു ഏരിയയിലെ കഫേസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറിയാലും നമുക്ക് ആ ഒരു ഘാട്ടിൻ്റെ വ്യൂ അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മൺ ഝൂലയുടെ വ്യൂ ഒക്കെ കണ്ട് നമുക്കിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. രാത്രിയൊക്കെയാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. അതിനുശേഷം ഞാൻ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 2.5 to 3 കിലോമീറ്റേഴ്സൊക്കെ നടന്നാൽ നമുക്ക് റാംഝൂല ഏരിയാസിലോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഋഷികേശിൽ ഞാൻ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ റാംഝൂലയുടെ അടുത്തുള്ള ഒരു സ്പോട്ട്. ഈ കാണുന്നത് പോലെ ഗംഗാ നദിയൊക്കെ നോക്കി ഇവിടുത്തെ ആ ഒരു ദൂരെ നിന്നുള്ള സൗണ്ടും പാട്ടും ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 to 2 hours ഒക്കെ ഇവിടെ ഡെയിലി സ്പെൻഡ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ഡേ ഇൻ ഋഷികേശാണ്. ഞാൻ യൂഷ്വലി അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഫ്രഷൊക്കെ ആയിട്ട് ഈ ഒരു ടെറസിൽ വന്നിരിക്കും. എന്താണ് കാലാവസ്ഥ, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ ഇരുന്ന് ഒന്ന് സെറ്റായിട്ടൊക്കെയാണ് പിന്നെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഋഷികേശിൽ, അതായത് 3 years ബിഫോർ ഞാൻ ഫസ്റ്റ് ടൈം ഋഷികേശിൽ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്തായിരുന്നു. ബഞ്ചി ജമ്പിങ് ചെയ്തായിരുന്നു. എൻ്റെ വലിയൊരു ലോങ് വിഷായിരുന്നു. അതന്ന് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റി. അതുപോലെ റിവർ റാഫ്റ്റിംഗ് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ബീറ്റിലാശ്രമൊക്കെ വിസിറ്റ് ചെയ്തു. അങ്ങനെ കുറേ ഇങ്ങനെ കറങ്ങിയായിരുന്നു. പക്ഷേ ഇത്തവണ എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജസ്റ്റ് രാവിലെയൊക്കെ വോക്കിംഗ് ആയതുകൊണ്ട് തന്നെ അധികം അലച്ചിലൊന്നുമില്ല. ഉച്ചയാകുമ്പം ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പോട്ടൊക്കെ തപ്പിപ്പോവും, ഫുഡ് കഴിച്ചിരിക്കും കുറച്ച് നേരം, അതിനുശേഷം വീണ്ടും പോയി വോക്ക് ചെയ്യും. ഈവനിങ് ആകുമ്പോഴത്തേനും യൂഷ്വലി എല്ലാ ദിവസവും ആരത്തിയൊക്കെ കാണാൻ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അതിനുശേഷം എവിടെയെങ്കിലും ഘാട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്ന് പിന്നെ റൂമിലേക്ക് പോവാണ് ഇപ്പോഴത്തെ ഒരു റുട്ടീൻ. ഋഷികേശിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ഘാട്ടാണ് ത്രിവേണി ഘാട്ട്. അതായത് ഗംഗാരതിയൊക്കെ കാണാൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും ഈ ഒരു ഘാട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് ഗംഗാരതി ലൈവായിട്ട് കണ്ടതും ഈ ഒരു സെയിം സ്പോട്ടിൽ വെച്ചിട്ടായിരുന്നു. സോ ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്ന് ഇവിടുത്തെ ഗംഗാരതി കാണുന്ന ഒരു ടൈമിൽ കറക്റ്റ് ഞാൻ ഇവിടെ എത്തി. സൺസെറ്റ് ടൈമിലാണ് ഗംഗാരതി യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക. ഗംഗാ നദിയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, പ്യൂരിഫിക്കേഷൻ ആൻഡ് റെസ്പെക്റ്റ് ഒക്കെ കാണിക്കുന്ന ഒരു റിച്വലാണ് ഗംഗാ ആരതി. യൂഷ്വലി ഗംഗാ ആരതി കണ്ടക്ട് ചെയ്യുന്നത് ഗംഗാ നദിയോട് ഫേസ് ചെയ്തിട്ടാണ് ഇവർ ഈ റിച്വലൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഗംഗാ നദിയോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ ആ ഒരു നദിയുടെ ആ വശത്തൂടെ ആൾക്കാർ നടന്നു പോകുമ്പോൾ പോലും ഇവർ പറയുമായിരുന്നു ഈ ഒരു ആരതി സമയത്ത് അങ്ങോട്ടേക്ക് പാസ് ചെയ്യരുത്, ഇതിന് ശേഷം മാത്രമേ പോകാറുതെന്നൊക്കെ. പക്ഷേ ഇത്തവണ ഞാൻ ചെന്നപ്പം സർപ്രൈസിംഗ്ലി എനിക്ക് കാണാൻ പറ്റിയത് ആ ഒരു റിവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ തടിച്ചു കൂടിയ ആൾക്കാർ, ഈ കാണുന്ന പോലെ ഒരുപാട് ആൾക്കാർ അപ്പുറത്തെ സൈഡ് പോയി ഈ ആരതി കാണാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതും ഒരു അധികം ഡിസ്റ്റൻസ് പോലും ഇല്ല, തൊട്ടടുത്തായിട്ടായിരുന്നു ആൾക്കാരെല്ലാം നിൽക്കുന്നത്. കുറച്ചും കൂടി ആ ഒരു നദി മാത്രമാണെങ്കിൽ അതിൻ്റെതായ ഒരു പ്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്തേനെ എന്നെനിക്കൊന്ന് തോന്നി. ഈ
ഈ ഘാട്ട് പരിസരങ്ങളിലൊക്കെ സ്ഥിരമായി കാണാൻ പറ്റുന്ന ഒരു കച്ചവടമാണ് ഇങ്ങനത്തെ ജാറുകൾ വിൽക്കുന്നത്. ഇത് മെയിനായിട്ടും ഈ ഗംഗയിലെ വെള്ളം കൊണ്ടുപോകാനായിട്ട് കുറേ പേര് കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കച്ചവടം ഇവിടെ നടത്തുന്നത്. ഇന്നും ആർത്തിയൊക്കെ കഴിഞ്ഞ് റാംചുലയുടെ അടുത്തുള്ള എൻ്റെ സ്ഥിരം സ്പോട്ടിൽ വന്ന് ഞാൻ ഗംഗയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഋഷികേശ് വിട്ടിട്ട് ഏറ്റവും മിസ് ചെയ്യുന്നത് ഈ ഒരു ടൈമായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഓൾസോ റാംചുല, ലക്ഷ്മൺ ചുലയിലൊക്കെ ഈ ഒരു ബ്രിഡ്ജിൽ കയറുമ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ. നല്ല രസമാണ് അതൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ നടക്കാനായിട്ട്. അതിനുശേഷം എൻ്റെ ഹോസ്റ്റലിലെ തന്നെ റൂഫ് ടോപ്പിൽ വന്ന് ഈ ഒരു എൻറ്റയർ വ്യൂ നൈറ്റ് കണ്ടിരിക്കാനായിട്ടും ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഋഷികേശിൽ രാവിലെ കുറച്ച് ക്രൗഡാണ്, കുറച്ച് കൺജസ്റ്റഡ് ഒക്കെ ആണെങ്കിലും നൈറ്റ് ആകുമ്പോൾ വേറെ തന്നെ ഒരു വൈബായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഋഷികേശിൽ വന്നാൽ ചില ജർമ്മൻ ബേക്കറീസ് അതുപോലെ കഫേസ് ഒക്കെ മസ്റ്റ് ട്രൈ ആയിട്ട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സജഷനാണ് ശിവാനി കഫേയിലെ ഷക്ഷുക. ഇത് ആക്ച്വലി പനീർ, അതുപോലെ ഹമ്മസ്, പീത്ത ബ്രെഡ്, പിന്നെ ഫ്രൈസ് എല്ലാം കൂടെ ഉള്ളൊരു പ്ലാറ്റർ പോലത്തെ ഒരു സാധനമാണ്. അറൗണ്ട് 380 rupees ആയിരുന്നു റേറ്റ് വന്നത്. ആക്ച്വലി ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫുള്ളി വെജ് ആണെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ വലിയൊരു കഫേ പേഴ്സൺ അല്ല, എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഞാൻ കഴിച്ചിട്ട് ചടപടയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഇറ്റ് വാസ് നൈസ്. സക്സസ്ഫുള്ളി കേരള, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഗോയിങ് ബാക്ക് ടു ഡൽഹി, എന്നിട്ട് കേരള. ഇന്നങ്ങനെ എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ ഋഷികേശാണ്. അതായത് ഇന്നാണ് ഞാൻ വൈകിട്ട് ഇവിടെ നിന്ന് ബാഗൊക്കെ എടുത്ത് പോകാൻ പോകുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല ക്ലൈമറ്റ്, മുഴുവൻ മൂടി കെട്ടിയിരിക്കുന്ന ഒരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ആക്ച്വലി ഋഷികേശ്, ഉത്തരാഖണ്ഡ് ഏരിയയിലൊക്കെ റെയിനി സീസണിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങോടാണ് ഇപ്പോൾ. ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇടവിട്ട സമയങ്ങളിലെല്ലാം ഹരിദ്വാറിലേക്ക് ബസ് അവൈലബിൾ ആണ്. ഞാനിപ്പം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ഋഷികേശിൽ നിന്നും ഹരിദ്വാറിലേക്ക് ബസ് എടുത്തു. ഹരിദ്വാറിൽ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. ആൻഡ് ഹരിദ്വാർ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് ഓവർനൈറ്റ് ട്രെയിൻ എടുത്ത് ഞാൻ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് കേരള എക്സ്പ്രസ്സിൽ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഓൾമോസ്റ്റ് കിട്ടുമെന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ലാസ്റ്റ് നിമിഷം ആയപ്പോഴത്തേനും അത് ക്യാൻസലായി, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിപ്പോയി. അങ്ങനെ വേറെ നിവർത്തിയൊന്നും ഇല്ലാതെ ജനറൽ ടിക്കറ്റും എടുത്ത് ഞാൻ ഇങ്ങനെ കയറി ഇരുന്നു. 2 ദിവസം ഈ ഒരു കണ്ടീഷനിലാണ് ഞാൻ നാട്ടിലേക്കുള്ള യാത്ര വന്നത്. രണ്ട് നൈറ്റും എങ്ങനെയൊക്കെയോ ബർത്തിൽ കഴിച്ചു കൂട്ടി. നെക്സ്റ്റ് ഡേ കോയമ്പത്തൂർ, പാലക്കാട് ഏരിയ ഒക്കെ ആയപ്പോൾ ഫുൾ പച്ചപ്പ്, ചെറിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. നാട്ടിൽ മൺസൂണൊക്കെ ആയ ഒരു ടൈമിലാണ് ഞാൻ തിരിച്ച് റിട്ടേൺ നാട്ടിലേക്ക് വന്നത്. ഭയങ്കര ഹാപ്പിയായി. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് ഏരിയ ഒക്കെ കറങ്ങി തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനൊരു ലോങ് വീഡിയോയും ചെയ്യുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ബട്ട് സ്റ്റിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നുള്ള ജേർണീസും മാക്സിമം ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ജേർണിയൊക്കെ ആയിട്ട് ഇനിയും കാണാം.